വെറും 4 കോടി ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് 100 കോടി മുകളിൽ കളക്ട് ചെയ്ത സിനിമ. അതും പുതിയ ആൾക്കാരെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട്. ഒരു മറാത്തി സിനിമയാണ്. മറാത്തി സിനിമയുടെ ലെവലിനെ തന്നെ മാറ്റി മറിച്ചൊരു പടമാണ് 2016 റിലീസ് ചെയ്ത സൈറത്ത്. ഈ സിനിമയ്ക്ക് കുറേ അധികം പ്രത്യേകതകളുണ്ട്. ഇതിനകത്തെ നായകനും നായികയൊക്കെ പുതുമുഖങ്ങളാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ ഈ നായികനെ കാസ്റ്റ് ചെയ്യുമ്പോൾ നായികയ്ക്ക് വെറും 14 വയസ്സ് അല്ല 12 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ 14 വയസ്സ്. അപ്പോൾ ഈ 14ാമത്തെ വയസ്സിൽ ഈ പടത്തിൽ അഭിനയിച്ചതിന് നായികയ്ക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടി. അത് മാത്രമല്ല, ഈ പടത്തിലുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഈ നാഗരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, ആളുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം നാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ കുറേ BTS ഡോക്യുമെൻ്ററി പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ലൈക്ക് എന്താ പറയുക, അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് ഇവർ ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം അടിപൊളി വിഷ്വൽസാണ് ഈ പടത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ 4 കോടിയിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയത് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയായിരിക്കും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുൽ അജയ് എന്ന് പറയുന്ന ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സാണ്. എന്താ പറയുക, ഒരു റോയൽ ടൈപ്പ് BGM അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിലേക്ക് ഈ പടത്തിനെ എലിവേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല, ഒരു സിമ്പിൾ സീക്വൻസ് ഉണ്ട്. ഈ പടത്തിലൊരു സ്ലോ മോഷനുള്ള ഒരു സോങ് ഉണ്ട്. ഫുൾ സ്ലോ മോഷനാണ് ആ സോങ് വരുന്നത്. ആ ഒരു നാട്ടിൻപുറത്തൊരു കുളമുണ്ട്, ഒരു കോമൺ ആയിട്ടുള്ളൊരു കുളം. ആ കുളത്തിലേക്ക് നായകൻ ചാടുന്നു. ഞാൻ ചാടി കഴിഞ്ഞിട്ട് ആ കുളത്തിൻ്റെ ഒരു സൈഡിലെ സ്റ്റെപ്പിൽ നായകൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നായകനെ കുളത്തിൽ നിന്ന് കയറി ആ സ്റ്റെപ്പിൽ കൂടെ നടന്നു വരുമ്പോൾ നായികനെ ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കയറി വരുന്നു. ഇതാണ് സീക്വൻസ്. വളരെ നോർമൽ സീക്വൻസാണ്. പക്ഷേ ഇതിനെ ഇവർ ഈ റോയൽ ടൈപ്പ് ഒരു മ്യൂസിക് വെച്ചിട്ട് ഈ സീക്വൻസിനെ എലവേറ്റ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അത്ര കിഡിലൻ മ്യൂസിക്കാണ് ഈ പടത്തിൻ്റെ. വിഷ്വൽസും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ സൈറത്ത് സോങ്സ് എന്നും പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ ഒരൊറ്റ സോങ് കണ്ടാൽ നിങ്ങൾക്ക് ഈ പടത്തിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും. അത് മാത്രമല്ല, ഈ പടം റിലീസായതിനു ശേഷം ഒരു റെവല്യൂഷൻ തന്നെ സംഭവിച്ചു എന്ന് പറയാം മറാത്തിയിൽ. കാരണം അവിടുത്തെ ഈ ഒളിച്ചോടിപ്പോയ കുറേ ആളുകൾ തിരിച്ച് അവരുടെ പേരൻസ് തിരിച്ച് വിളിക്കുകയും അവർ ഹാപ്പിയായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തു. അവിടുത്തെ ശരിക്കും നടന്നിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നാഗരാജ് ഈ പടം എടുത്തിരിക്കുന്നത്. പടം കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഷോക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് നാളെടുക്കും, പടം കണ്ടിട്ട് ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. നിങ്ങളൊന്ന് കണ്ടു പോയിക്കോ, മസ്റ്റ് വാച്ച് ആണ്. മറാത്തി ലാംഗ്വേജ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളൊരു കിടിലൻ പടമാണ്. പടത്തിൻ്റെ പേര് സൈറത്ത്.